ഹലോ, നമുക്കിന്ന് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി നോക്കിയാലോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചൂട് പൊറാട്ടേന്റെയും നെയ്ച്ചോറിന്റെയും ഒക്കെ കൂടെ പിടിച്ചാണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 250 ഗ്രാം ബീഫ് നന്നായി കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി 4 പച്ചമുളകും 10 വെളുത്തുള്ളിയും ഒരു 1/4 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും ഒരു 20 ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി ഇത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ശേഷം ഒരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ബീഫിന്റെ മുകളിലേക്ക് വെള്ളം വരാതെ നോക്കണേ. ഇനി ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 8 to 10 വിസിൽ അടുപ്പിച്ചെടുക്കാം. കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് ഇതിനൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ബീഫൊക്കെ നന്നായി വെന്ത് അതിലെ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവില് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ആക്കി തന്നെ ഇടണേ. ഇപ്പൊ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമല്ല. മസാലയൊക്കെ നല്ല രീതിയിൽ ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്കിതിനെ തുറന്നു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം എല്ലാം നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വരട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം എല്ലാം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചു നേരം ഇതിനൊന്ന് അടച്ചു വെക്കാം. എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല കിടിലൻ ലുക്കാണ്. ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല എരിവോട് കൂടിയ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ആണ്. ഇതുണ്ടല്ലോ നല്ല ചൂട് പൊറാട്ടയുടെ കൂടെ ഒക്കെ ഒരു പിടി പിടിച്ചാണ്ടല്ലോ. എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.